റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് നിയമ വിദ്യാർത്ഥിയെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന പരാതി. വഞ്ചൂർ കോടതിയിൽ ഇന്റേൺ ആയ പൗടിക്കോണം സ്വദേശി കിരൺ എസ് ആണ് ശ്രീകാര്യം SHOക്കെതിരെ പരാതി നൽകിയത്. ലാത്തി ഒടിയും വരെ തല്ലിയെന്നും നെഞ്ചിൽ ചവിട്ടിയെന്നും DGPക്കും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. മർദ്ദനത്തിനിടെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചുവെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയവരെ ഓടിക്കുന്നതിനിടയിൽ സംഭവിച്ചതാകാം എന്നാണ് പോലീസിന്റെ വിശദീകരണം. കഴിഞ്ഞ 1-ാം തീയതി രാത്രി ചെല്ലമംഗലം ഘോഷയാത്ര നടക്കുകയായിരുന്നു. അപ്പോൾ റോഡ് ബ്ലോക്ക് കാരണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ എന്തോ അടിയും കാര്യങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അശ്വിനി എന്ന് പറഞ്ഞ ശ്രീകാര്യം SHO അവിടെ വരികയും അതുപോലെ തന്നെ അവിടെ നിന്ന് ഫൈബർ ലാത്തി കൊണ്ട് ആൾക്കാരെയൊക്കെ വീശി ഓടാൻ പറയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ കസിനെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ കൃത്യമായി പുള്ളിയോട് പറഞ്ഞു, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളത് ആ വണ്ടി ദൂരിക്കുന്നുണ്ട്, ഞങ്ങളത് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞു ഓർഡർ എന്ന് പറഞ്ഞു. ഞാൻ ഓടിയില്ല. അപ്പോൾ ഞാൻ സാർ വണ്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നെ പിടിച്ച് വലിച്ച് എന്നെ താഴെ ഇട്ട് എന്നെ ചവിട്ടി. എന്നിട്ട് എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരെ ഭയങ്കര രീതിയിൽ അസഭ്യം പറഞ്ഞു. ആ ജംഗ്ഷനിൽ നിന്ന് അവിടെ സൊസൈറ്റി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരെ എന്നെ പിടിച്ച് വലിച്ച് എഴിച്ച് എന്നെ അവിടെ ജംഗ്ഷൻ വരെ കൊണ്ടുപോയി. എൻ്റെ വീട്ടുകാർ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. ഇനി കേസിന് പോയാൽ CIA കയ്യേറ്റം ചെയ്യുന്നതിന് എൻ്റെ പേരിൽ കേസെടുക്കുമെന്ന് പറഞ്ഞു. അശ്വിൻ ഡിയേഗോ വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ പോലീസിന്റെ മർദ്ദനം നടന്നു എന്നതിന് വ്യക്തമാവുകയല്ലേ? അതിന് പോലീസ് പറയുന്ന ന്യായം എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുന്നതാണ്? ഇപ്പോൾ SHO പറയുന്ന അവിടെ പ്രശ്നമുണ്ടാക്കിയവരെ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കിയവരെ ഓടിക്കുന്നതിനിടയിൽ സംഭവിച്ചതാകാമെന്നാണ്. അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ അതിക്രൂരമായി മർദ്ദിച്ചതിന്റെയും ജാതിപ്പേര് വിളിച്ച് അപമാനിച്ചതിന്റെയും കാര്യങ്ങളാണ് യുവാവ് പറയുന്നത്. തീർച്ചയായും ഇത് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണിക്കാനും സാധിക്കും. ഈ യുവാവ് പൗടിക്കോണം സ്വദേശിയാണ്. ഈ വഞ്ചൂർ കോടതിയിൽ ഇന്റേണായി ജോലി നോക്കുകയാണ്. നിയമ വിദ്യാർത്ഥിയാണ്. താൻ ഈ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ സംഭവം നടക്കുന്നത്. 1-ാം തീയതി രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. പൗടിക്കോണം സ്വദേശിയായിട്ടുള്ള ഈ കിരൺ എന്ന യുവാവ് ഈ ചെല്ലമംഗലം ജംഗ്ഷനിലെത്തിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ദേവീക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് അവിടെ ഗതാഗതം നിയന്ത്രിച്ചിരുന്നു. ഈ ഗതാഗത നിയന്ത്രണം മൂലം തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിൽ കിരൺ തന്റെ വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് വീട്ടിൽ നിന്നും അമ്മയ്ക്ക് സുഖമില്ല എന്നൊരു കോൾ വരുന്നു. അങ്ങനെ അത്യാവശ്യമായി ഈ ഉത്സവത്തിന്റെ ആ പരിസരത്തുണ്ടായിരുന്ന തന്റെ കസിൻ കൂടിയായ ഒരു സുഹൃത്തിനെ വിളിക്കുകയും അയാളുടെ ബൈക്കിൽ കയറി പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഉത്സവത്തിന്റെ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് അവിടെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വാസ്തവമാണ്. പക്ഷേ